പിന്നെ അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ഒരു ദിവസമാണ് അറഫാ ദിനം. അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ദിവസമാണ്. അഖ്സമല്ലാഹ്, അല്ലെ, സൂര്യനെ തന്നെ സത്യം, പ്രഭാതത്തെ തന്നെ സത്യം, പ്രഭയെ തന്നെ സത്യം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അള്ളാഹു സൂറത്തുൽ ഫജ്റിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. സൂറത്തുൽ ഫജ്ർ. വൽ ഫജ്രി, പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാവുകളെ തന്നെയാണ് സത്യം. വശഫ്ഇ വൽ വത്രി, ഇരട്ടയായ ദിവസത്തെ തന്നെ സത്യം. വൽ വത്രി, ഒറ്റയായ ദിവസത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യസ്ർ, കഴിഞ്ഞു കടക്കുന്ന രാവിനെ തന്നെയാണ് സത്യം. അങ്ങനെ മനോഹരമായ ഖസമുകൾ വന്ന സൂറത്താണ്. എന്താണ് വലയാലിൻ അശ്ർ? ഏതാണ് 10 രാവുകൾ? മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ ഇജ്മാ ആണ് എന്ന് പറഞ്ഞത് അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 രാവുകളാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളിപ്പോ നിലകൊള്ളുന്നത് ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ രാവുകളിലാണ്. അള്ളാഹു നമുക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞു വലയാലിൻ അശ്ർ. ലയാൽ എന്ന രാത്രിക്കും മഹത്വമുണ്ട്. ലയാൽ എന്ന അറബിയിൽ ഭാഷയിൽ ലയാൽ എന്ന് പറഞ്ഞാൽ പകലെന്ന് അർത്ഥമെടുക്കാറുണ്ട്. അതിന്റെ വാക്കർത്ഥം രാത്രിയാണ്. പക്ഷെ പകലിനും ഉദ്ദേശിച്ചു, ഇവിടെ ഉദ്ദേശിച്ചത് അതിന്റെ പകലിലെ സമയത്തെ പരിഗണിച്ചുകൊണ്ടാണെന്ന് മുഫസ്സിരീങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. വശഫ്ഇ വൽ വത്രി, ഇരട്ടയായ ദിവസവും ഒറ്റയായതും. ഏതാണ് ഇരട്ടയായത്? യൗമുൽ ആശിർ, 10ാമത്തെ ദിവസം, പെരുന്നാളിനെ തന്നെയാണ് സത്യം. അള്ളാഹു പറയാ വൽ വത്രി, ഒറ്റയായത് അൽ യൗമുത് താസിഅ, 9ാമത്തെ ദുൽഹിജ്ജ 9, അതാണല്ലോ അറഫയുടെ ദിവസം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ദിവസങ്ങളാണ് അറഫയും പെരുന്നാൾ ദിവസവും. പിന്നെ എങ്ങനെ പെരുന്നാൾക്ക് ആളുകൾക്ക് തോന്നിയ ദിവസം ചെയ്യാൻ പറ്റുക? അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞാൽ അതിന്റെ മഹത്വം എത്രയാണ്. വശഫ്ഇ വൽ വത്ർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഈ ആയത്തിന്റെ തഫ്സീർ ഇങ്ങനെയാണ്: അശ്ശഫ്അ്, ഇരട്ട എന്ന വാക്കിന്റെ അർത്ഥം യൗമുൽ അദ്ഹ, പെരുന്നാളിന്റെ ദിവസമാണ്. വൽ വത്ർ എന്ന് പറഞ്ഞാൽ യൗമു അറഫ, അത് അറഫ ദിവസവും ആണ്. അത് 9 ഒറ്റയായ നമ്പറാണല്ലോ, ഓഡ് നമ്പർ. 10 ആവുമ്പോൾ ഈവൻ നമ്പറാണ്. ഒറ്റയും ഇരട്ടയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുഫസ്സിരീങ്ങൾ തന്നെ പറഞ്ഞിരുന്നല്ലോ. മുഫസ്സിരീങ്ങളുടെ നേതാവാണ് സുഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അവർ പറഞ്ഞ അർത്ഥം ഇതാണ്: വശഫ്അ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ, വൽ വത്ർ എന്ന് പറഞ്ഞാൽ അറഫ ദിവസം. അതിന്റെയും പുറമെ 4ാമത്തെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത് അന്ന സിയാമഹു യുകഫിറു സനതൈൻ, 2 വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്ന് പറഞ്ഞ നോമ്പാണ് അറഫയുടെ നോമ്പ്. ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഇത് നിഷേധിക്കാൻ പറ്റാത്തൊരു നോമ്പ് അറഫയുടേത്. യുകഫിറു സനതൈൻ, 2 വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നു. സുബ്ഹാനല്ലാഹ്. അനബി ഖതാദത റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു: യുകഫിറു സനതൽ മാദിയ വസ്സനതൽ ഖാബില, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അപ്പൊ മുഫസ്സിരീങ്ങൾ പറയാൻ, നമുക്കൊന്നൊരു ഓപ്റ്റിമിസം, നമുക്കൊന്ന് ശുഭവിശ്വാസം. എന്താ? ഒരു വരാൻ പോകുന്ന ഒരു വർഷം കിട്ടണമെങ്കിൽ ആദ്യം ആള് ജീവിച്ചിരിക്കണ്ടേ? ഒരു വർഷം കൂടെ ആയുസ് കിട്ടാൻ കാരണമാണ് അറഫയുടെ നോമ്പെന്ന് ഈ ഹദീസിൽ നിന്ന് മഹാന്മാർ പഠിച്ചെടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ആകെ ഓടി നടക്കുന്നത് ആയുസിനാണ് അല്ലേ? ഒരു വർഷത്തേക്ക് ഗ്യാരണ്ടിയാണെന്നാണ് നമ്മുടെ ബാപ്പുട്ടി ഹാജിയുടെ, അള്ളാഹു ഇർഹം, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ, ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ ആചാര്യനെ പറഞ്ഞെന്നായിരുന്നു, ഉമ്മ എല്ലാ വർഷം അറഫ നോമ്പ് നോൽക്കും. പക്ഷെ അവർ വഫാത്തായ ആ വർഷം, അതിന്റെ തലേ വർഷം രോഗം കാരണം നോക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഒരു അനുഭവം പറയാൻ. ഇതിന്റെ ഖിലാഫ് സംഭവിച്ചാലും അള്ളാഹു ഒരു കൊല്ലത്തേക്കുള്ള കൂലി ഇയാൾക്ക് തരും, പോരെ? അപ്പോ അത്രയും മഹത്വമുള്ള
ഒരു ദിവസമാണ് യൗമു അറഫ. കഴിഞ്ഞിട്ടില്ല. തണുപ്പ് കൂടുതലുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. പിന്നെ ഹജ്ജിന്റെ ആളുകൾക്ക് മാത്രമാണ് അറഫ നോമ്പ് സുന്നത്തില്ലാത്തത്. ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾക്ക് മാത്രം. അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ നോമ്പ് കറാഹത്താണെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് നോമ്പ് നോറ്റിരുന്നു. തങ്ങൾ ആദ്യത്തെ 9 ദിവസവും തുടർച്ചയായി നോമ്പ് നോറ്റു. അറഫയുടെ അന്നും തങ്ങൾ നോമ്പ് നോറ്റു. അപ്പോ ചില സ്വഹാബികൾ പറഞ്ഞു, നബിയെ കഴിയണില്ലല്ലോ നബിയെ, അറഫയുടെ അന്ന് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടാൻ കഴിയണില്ലല്ലോ എന്ന് പറഞ്ഞു. ആ നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി അവർ കാൺകെ തന്നെ ആ സുന്നത്തായി നോമ്പ് തങ്ങൾ മുറിച്ചു എന്ന ഹദീസിലുണ്ട്. അതുകൊണ്ട് ഹാജിമാർ അവർക്ക് നോമ്പ് നോൽക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നോമ്പ് കൊണ്ട് അറഫയുടെ ദുആവും അറഫയിലെ ആ നൃത്തത്തിനും ക്ഷീണം വരുമെങ്കിൽ അവർ നോൽക്കരുത്. അവർക്ക് നോമ്പ് നോൽക്കാതിരിക്കൽ അവിടെ ഉത്തമം. കാരണം അറഫ ജീവിതത്തിൽ ഒരിക്കലേ കിട്ടുള്ളൂ. നോമ്പ് പിന്നെയും ആവാം. അതുകൊണ്ട് അറഫയുടെ അന്ന് തങ്ങൾ നോമ്പ് മുറിച്ചു. പാടില്ല എന്നതുകൊണ്ടല്ല, അതിന്റെ അത് മുറിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കി തരാൻ. പിന്നെ നരകത്തിൽ നിന്ന് അല്ലാഹു തആല ആളുകളെ മോചിപ്പിക്കുമെന്നും അല്ലാഹു പാപങ്ങൾ പുറത്തു തരുമെന്നും അല്ലാഹു തആല അറഫയിൽ ഒരുമിച്ച് കൂടിയ ആളുകളെ നിർത്തിയിട്ട് മലക്കുകളോട് അഭിമാനം പറയുമെന്നും അല്ലാഹു പറഞ്ഞ ദിവസമാണല്ലോ അറഫ ദിവസം. ഇതൊക്കെ വരാൻ പോകുന്ന വരുന്ന ശനിയാഴ്ചയല്ലേ? ആ ഒരു ദിവസത്തിന്റെ മഹത്വമാണ് നമ്മൾ ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സ്വഹീഹ് മുസ്ലിം അൻ ആയിഷ റളിയല്ലാഹു അൻഹ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫയുടെ ആ ദിവസം അല്ലാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നത് പോലെ വേറെ ഒരു ദിവസവും അല്ലാഹുവിനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇന്നഹു ലയദ്നു ثم يباهي بهم الملائكة. അല്ലാഹു അവന്റെ പരിശുദ്ധമായ ജലാലയത്ത് കൊണ്ട് അല്ലാഹു അടുത്തേക്ക് വരികയും മലക്കുകളിലേക്ക് നോക്കി അഭിമാനം പറയുകയും ചെയ്യും. മാ അറാദ ഹൗലാ. വെള്ളവസ്ത്രങ്ങൾ ധരിച്ച് പുരുഷന്മാരും ശരീരം മറച്ച് മുഖവും മുൻകൈയും മുഴുവനും മറച്ച് പെണ്ണുങ്ങളും അല്ലാഹുവിന്റെ അടിമകളും അടിമ സ്ത്രീകളും നിരന്നു കിടക്കുന്ന അറഫായിലേക്ക് നോക്കി അല്ലാഹു മലക്കുകളോട് അഭിമാനം പറയുമത്രേ, നിങ്ങളല്ലേ പറഞ്ഞത് ഭൂമിയിലേക്ക് എന്തിനാണ് മനുഷ്യരെ പടക്കുന്നത്? അവർ തമ്മിൽ തല്ലി മരിക്കൂലേ? അവർ രക്തം ചിന്തൂലേ? കണ്ടില്ലേ എന്റെ അടിമകൾ ദുന്യാവിന്റെ മുക്കുമൂലകളിൽ നിന്ന് എന്റെ റഹ്മത്ത് തേടി വന്നിരിക്കുകയാണ്. അവർക്ക് എന്താ വേണ്ടത്? അല്ലാഹു ചോദിക്കുകയാണ്, പുറത്തു കൊടുക്കുന്നു. വേറൊരു ഹദീസിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യനാളിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ചില ആളുകളിൽ ഒരാൾ ഇങ്ങനെയാണ്. എന്താണ് അയാളുടെ പ്രശ്നം എന്നറിയോ? ഒന്നുമല്ല, ഹജ്ജിന് പോയി അറഫയിൽ നിന്നു. അയാൾക്ക് ഇങ്ങനെ തോന്നി, പടച്ചോനെ ഞാനിപ്പോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്കിപ്പോ അല്ലാഹു പുറത്തു തരുമോ? എന്റെ ദോഷങ്ങളൊന്നും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടാവില്ല എന്ന് അറഫയിൽ നിന്നുകൊണ്ട് സംശയം പ്രകടിപ്പിച്ച ഒരു മനുഷ്യന് അല്ലാഹുവിന് ഇഷ്ടമല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിനർത്ഥം? അറഫയിൽ നിന്നാൽ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നവിടെ ഉറപ്പിക്കണം, സംശയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് തങ്ങൾ അങ്ങനെ പഠിപ്പിക്കാൻ കാരണം. ആ ഹാജിമാരൊക്കെ ദുനിയാവിലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുമ്പോ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുമ്പോ അതിലൊക്കെ നമ്മളെ അല്ലാഹു പൊടുത്തി തരുമാറാകട്ടെ. അങ്ങനെയൊക്കെയുള്ള ദുആ കൊണ്ടായിരിക്കാം നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ ദീനിന്റെ ഇൽമിന്റെ മജ്ലിസിലേക്കെങ്കിലും എത്താനൊരു തൗഫീഖ് കിട്ടിയത് ആരൊക്കെയോ ആളുകളുടെ ദുആഇന്റെ ഫലമായിരിക്കും എന്ന് നമ്മൾ കാണണം. അല്ലാഹു തആല മലക്കുകളോട് അഭിമാനം പറയുന്നു. ഈ നോമ്പ് അറഫയുടെ ദിവസത്ത്, അറഫ ദിനത്തിൽ, അന്നത്തെ പകലിൽ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നോമ്പ് സുന്നത്താണ്. എല്ലാ മുസ്ലിമീങ്ങളും സുന്നത്തായിട്ട് നോമ്പ് അനുഷ്ഠിക്കണം. സുന്നത്ത് മുഅക്കദായ സുന്നത്താണെന്നാണ്. ഒരു കൊല്ലത്തെ വരാൻ പോകുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കുന്ന നോമ്പാണതെന്ന് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹുൽ മുസ്ലിം ഉദ്ധരിച്ച ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് മുഅക്കദാണ് എന്ന് പറഞ്ഞ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മജ്മൂഇൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അമ്മാ ഹുക്മുൽ മസ്അല ഫഖാല അശ്ശാഫിഈ വൽ അസ്ഹാബ് യുസ്തഹബ്ബു സൗമു യൗമി അറഫ ലിഗൈരി മൻ ഹുവ ബിഅറഫ. അറഫയിൽ നിൽക്കാത്ത മുഴുവൻ ആളുകൾക്കും, പറഞ്ഞാൽ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കാത്ത മുഴുവൻ ആളുകൾക്കും ഇത് മുഅക്കദായ സുന്നത്താണ്. ഇത് ശാഫിഈ മദ്ഹബിന്റെ അഭിപ്രായവും അങ്ങനെയാണ്. പിന്നെ
നോമ്പില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത് ഭയങ്കര ഗൗരവമാണ്. കാരണം സ്വഹീഹായ ഒരുപാട് ഹദീസുകളിൽ വന്ന ഒരു സംഭവമാണിത്. അപ്പോ ഒരുപാട് ഹദീസുകൾ, ഒരുപാട് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജീവിച്ചിരിപ്പുള്ള ഈ പിൻഗാമികളിൽപ്പെട്ട ഇബ്നു ഉസൈമീൻ എന്നിവർ പോലും വളരെ ഗൗരവത്തിൽ ഇത് മുസ്ലിമീങ്ങൾ അനുഷ്ഠിക്കേണ്ട നോമ്പാണ് എന്ന് വളരെ പ്രത്യേകിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഹദീസുകൾ അതിനെ സംബന്ധിച്ച് വന്നിട്ടുമുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.